പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനായി പിരിച്ച 25 കോടി രൂപ നേതാക്കൾ മുക്കിയെന്ന് രാജിവെച്ച നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഷമീർ പയ്യനങ്ങാടി. ഫണ്ട് തട്ടിപ്പ് മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ അറിവോടെയെന്നും ഷമീർ ആരോപിച്ചു. ആരോപണത്തിന് പിന്നാലെ ഷമീറിനെ IN ൽ പുറത്താക്കിയിരുന്നു. മന്ത്രിസ്ഥാനം ഉപയോഗപ്പെടുത്തി അദാനി ഗ്രൂപ്പിൽ നിന്ന് 10 കോടിയോളം രൂപ നേതൃത്വം വാങ്ങി. IN ൽ ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിന്റെ അറിവോടെയാണ് ഫണ്ട് തട്ടിപ്പ് നടന്നത്. മുൻമന്ത്രിയുടെ സ്റ്റാഫും പാർട്ടി നേതാവും ചേർന്ന് കോഴ വാങ്ങി നിയമനം നടത്തിയെന്നും ഷമീർ പയ്യനങ്ങാടി ആരോപിച്ചു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സമിതി യോഗത്തിൽ നിരവധി തവണ അതിന്റെ ഫണ്ടിന്റെ സുതാര്യതയെക്കുറിച്ച് അതിന്റെ കണക്കുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പാർട്ടി നേതൃത്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഫണ്ട് ശേഖരിച്ചത് വ്യവസായ പ്രമുഖരിൽ നിന്നും മറ്റ് ആളുകളിൽ നിന്നുമായിട്ട് കോടികളുടെ ഫണ്ടാണ് ശേഖരിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദാനി ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നും പോലും കോടികളുടെ ഫണ്ടാണ് ശേഖരിച്ചിട്ടുള്ളത്. അത് ശേഖരിക്കുകയും പാർട്ടി കണക്കുകളിൽ വരവ് വെക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പാർട്ടി ഓഫീസിന്റെ ഫണ്ടുമായി വിദേശങ്ങളിൽ പര്യടനം നടത്തി പാർട്ടി നേതാക്കന്മാർ വ്യവസായ പ്രമുഖരിൽ നിന്നടക്കം 15 കോടിയോളം രൂപ പിരിച്ചെടുക്കുകയുണ്ടായി. എന്നിട്ട് അതിന്റെ കണക്കുകളും കൃത്യമായ ഫണ്ടുകളും പാർട്ടി അക്കൗണ്ടിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ചോദ്യം ചെയ്തപ്പോൾ നാഷണൽ യൂത്ത് ലീഗിനെയും മറ്റു സംഘടനാപരമായ കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അതിനെ മറച്ചുവെക്കുന്ന, അതിനെ വിഷയത്തെ മാറ്റിമറിക്കുന്ന ചില മോശപ്പെട്ട പ്രവണതയാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായത്, യോഗത്തിൽ വെച്ച് ഉണ്ടായത്. ഡിസംബർ 10 നടന്ന ഏറ്റവും അവസാനത്തെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ അത് ചോദിച്ചതിന്റെ പേരിൽ അസഭ്യവർഷങ്ങളും കയ്യേറ്റ ശ്രമങ്ങളും വരെ നടത്താനാണ് ഈ വിഭാഗം തയ്യാറായിട്ടുള്ളത്. അതിനെതിരെയാണ് പരസ്യമായിട്ട് ഒരു നിലപാടെടുക്കേണ്ട സാഹചര്യം നാഷണൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ രീതിയിൽ എനിക്ക് എടുക്കേണ്ടി വന്നത്. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത്. തനിക്കെതിരായ പാർട്ടി നടപടി അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയെന്നും ഷമീർ പയ്യനങ്ങാടി പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.